ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 71-ാം അധ്യായം. രാജസൂയ യാഗത്തിനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ശ്രീകൃഷ്ണൻ ബന്ധുജനങ്ങളോടുകൂടി യാത്ര തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിച്ചത്. ഇത്യുദീരിതമാകരണ്യ ദേവർഷൈരുദ്ധവോബ്രവീ സഭ്യാനാം മതമാജ്ഞായ കൃഷ്ണസ്യ ച മഹാമതി. ശ്രീനാരദ മഹർഷിയുടെയും സദസ്സിലുള്ള മറ്റ് ജനങ്ങളുടെയും ശ്രീകൃഷ്ണന്റെയും അഭിപ്രായം അറിയുന്ന ഉദ്ധവൻ പറയുകയാണ്, യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവിനെ സഹായിക്കണമെന്ന ശ്രീനാരദ മഹർഷിയുടെ ആ വാക്കുകൾ അത് തീർച്ചയായും സ്വീകരിക്കേണ്ടതും അത് പാലിക്കേണ്ടതുമാണ്. ഭഗവാനെ അവിടുന്ന് ശരണാഗതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവതരിച്ചിട്ടുള്ളത്. സകല രാജാക്കന്മാരെയും ജയിക്കേണ്ടുന്നതായ രാജസൂയം, ആ യാഗം നടക്കണമെങ്കിൽ അതിന് ജരാസന്ധനെയും ജയിക്കണം. അങ്ങനെ ജരാസന്ധനെ ജയിച്ചാൽ ജരാസന്ധന്റെ കാരാഗൃഹത്തിൽ ബന്ധനത്തിൽ കഴിയുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കാൻ എളുപ്പം കഴിയും. യാഗം അനായാസം പൂർത്തിയാക്കുവാനും സാധിക്കും. കാരാഗൃഹത്തിൽ ബദ്ധരായിട്ടുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കപ്പെടുന്നതോടുകൂടി അങ്ങയുടെ കീർത്തി വർദ്ധിക്കും. അപ്പൊ ഒരു യാത്ര കൊണ്ട് തന്നെ യാഗത്തിനായി പുറപ്പെടുന്നതോടുകൂടി രണ്ട് കാര്യങ്ങളെ ഒരേ സമയം സാധിക്കുന്നു. ഇനി ജരാസന്ധനാവട്ടെ അതിശക്തനാണ്. 10,000 മതയാനകളുടെ കരുത്തുണ്ട് ജരാസന്ധന്. ജരാസന്ധന് സമബലം ആയിട്ടുള്ളത് ഭീമസേനനാണ്. ഭീമസേനന് മാത്രമേ അയാളെ പരാജയപ്പെടുത്താനാവൂ. ദ്വന്ദ്വയുദ്ധത്തിൽ വേണം ജരാസന്ധനെ പരാജയപ്പെടുത്താൻ. ജരാസന്ധൻ ഒരു ബ്രാഹ്മണ ഭക്തനാണ്. അതുകൊണ്ട് വിപ്രവേശത്തിൽ വേണം അയാളുടെ മുന്നിൽ കാര്യം അവതരിപ്പിക്കാൻ. അങ്ങനെ വിപ്രവേശം ധരിച്ച് ഭീമസേനൻ രണഭിക്ഷയ്ക്ക് അപേക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങയുടെ സാന്നിധ്യത്തിൽ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഭീമന് ജരാസന്ധനെ നിഗ്രഹിക്കാൻ സാധ്യമാകും. ഭഗവാനെ അങ്ങയുടെ സൃഷ്ടി സംഹാര ലീലകളിൽ ബ്രഹ്മാവും ശ്രീരുദ്രനുമെല്ലാം കേവലം നിമിത്തം മാത്രമാണ്. ഗായന്തി തേ വിശദകർമ്മ ഗൃഹേഷു ദേവ്യോ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച ഗോപ്യശ്ച കുഞ്ചരപതേർജനകാത്മജായ പിത്രോശ്ച ലബ്ധശരണാ മുനയോ വയം ച. കാരാഗൃഹത്തിൽ കിടക്കുന്ന ആ രാജാക്കന്മാർ അവരുടെ പത്നിമാർ, കുട്ടികൾ സങ്കടപ്പെടുമ്പോൾ, അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ രാജപത്നിമാർ ഭഗവാനെ ഇതിനു മുൻപ് അങ്ങയെ ശരണം പ്രാപിച്ച മാമുനിമാരെ പോലെയും ഗോപികമാരെ പോലെയും
ആ മുതലയുടെ പിടിയിൽ നിന്ന് ഗജേന്ദ്രനെ രക്ഷിച്ചതുപോലെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ബന്ധനത്തിലാക്കിയ സീതാദേവിയെ വീണ്ടെടുത്തതുപോലെ കംസന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ദേവകീ വസുദേവന്മാരെ മോചിപ്പിച്ചതുപോലെ ആ കഥകളെല്ലാം പാടി കേൾപ്പിച്ചുകൊണ്ടാണ് ഓരോ അമ്മയും തൻ്റെ കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത്. ഓരോ രാജപത്നിയും അവരുടെ ഭർത്താവ് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ആ ഉദ്ധവന്റെ അവസരോചിതമായ യുക്തിഭദ്രമായിട്ടുള്ള വാക്കുകളെ കേട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യാദവന്മാരോടുകൂടി ഉദ്ധവന്റെ വാക്കുകളെ അനുമോദിച്ചു. തുടർന്ന് യാത്രയ്ക്ക് വേണ്ടതായ ഏർപ്പാടുകളെല്ലാം ചെയ്യാനായിട്ട് കൽപ്പന കൊടുത്തു. ദേവകീ വസുദേവന്മാരുടെ അനുവാദം വാങ്ങി ബലരാമനോടും ഉഗ്രസേന മഹാരാജാവിനോടും യാത്ര പറഞ്ഞു. തന്റെ പത്നിമാരോടും പുത്രന്മാരോടും ഒരുമിച്ച് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്ത് യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആ ഭഗവാൻ ഗരുഡധ്വജാങ്കിതമായിട്ടുള്ള രഥത്തിൽ പ്രവേശിച്ചു. മൃദംഗ ഭേര്യാദി വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ട് ആ ചതുരംഗ സേനയുടെ അകമ്പടിയോടുകൂടി ഭഗവാൻ പുറപ്പെട്ടു. ശ്രീകൃഷ്ണ പത്നിമാർ ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് അലങ്കൃതരായിട്ടുള്ള സ്ത്രീജനങ്ങൾ കമ്പളം, വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള ദ്രവ്യങ്ങൾ, ആനപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെയായി പുറപ്പെടുന്നവർ പകലെല്ലാം വെയില് ഏറ്റ് സൂര്യപ്രകാശമേറ്റ് ക്ഷോഭിച്ച തിമിംഗിലങ്ങളാൽ ഇളകിമറിയുന്ന തിരകളോടുകൂടിയ സമുദ്രമെന്നതുപോലെ വലിയ കൊടിക്കൂറകളും കുടകളും ചാമരങ്ങളും ആയുധങ്ങളും ആഭരണങ്ങളും ഇതെല്ലാം അണിഞ്ഞുകൊണ്ട് ആർത്തിരമ്പുന്നതായ ആ സേന അങ്ങനെ ശോഭിക്കുകയാണ്. തതോരഥ ദ്വിവഭടസാദിനായകൈകരാളയാ പരിവൃത ആത്മസേനയാ മൃദംഗഭേര്യാനക ശംഖഗോമുഖൈ പ്രഘോഷഘോഷിൽ കകുഭോ നിരാക്രമൽ. ഭഗവാൻ ബന്ധുജനങ്ങളോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. ദേവന്മാർ ഈ രംഗം കണ്ട് സന്തോഷിക്കുന്നു. നാരദ മഹർഷിയാവട്ടെ അവിടെ നിന്ന് ഭഗവാനോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. ഈ യാത്രാ മധ്യേയുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് അവർ കടന്നുപോയത് എന്ന് പറഞ്ഞു. ആനർത്തം, സൗവീരം, ഈ രാജ്യങ്ങളൊക്കെ കടന്ന് ആണ് കുരുക്ഷേത്രത്തിലെത്തിയത്. അവിടുന്ന് പർവ്വതങ്ങൾ, നദികൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ ഇതെല്ലാം കടന്ന് ദൃഷദ്വതി, സരസ്വതി ഈ നദികളെല്ലാം കടന്ന് പാഞ്ചാല രാജ്യവും മത്സ്യരാജ്യവും തരണം ചെയ്തിട്ടാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ആഗതനായി എന്നറിഞ്ഞ് ധർമ്മപുത്ര മഹാരാജാവ് ബന്ധുജനങ്ങളോടുകൂടി സ്വീകരിക്കാനായിട്ട് പുറപ്പെട്ടു. വേഗം ആദരവോടുകൂടി സ്വീകരിച്ച് കൊണ്ടുവന്നു. സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്തു. ഭീമസേനനും നകുല സഹദേവന്മാരും അർജുനനും സന്തോഷാശ്രുക്കളോട് കൂടിയിട്ടാണ് ആ ശ്രീകൃഷ്ണ ഭഗവാനെ സ്വീകരിച്ചത്. ഭഗവാനാവട്ടെ സജ്ജനങ്ങളെയും അവിടെ കൂടിയ മറ്റ് വൃദ്ധന്മാരായിട്ടുള്ളവരെയൊക്കെ
യഥായോഗ്യം നമസ്കരിച്ചു. ശൃഞ്ജയന്മാർ, കേകയന്മാർ, കുരുക്കൾ അവരെയെല്ലാം ബഹുമാനിച്ചു. ഒപ്പമുള്ള സൂത, മാഗധ ബന്ദികൾ ശ്രീകൃഷ്ണ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് ശംഖാദി വാദ്യഘോഷങ്ങൾ മുഴക്കാൻ തുടങ്ങി. അങ്ങനെ പുരത്തിൽ പ്രവേശിക്കുകയും ആ ഇന്ദ്രപ്രസ്ഥമാകെ തന്നെ ഒരു ഉത്സവ ലഹരിയിലാണ്. കനകങ്ങളായിട്ടുള്ള തോരണങ്ങളെ കൊണ്ട്, പൂർണ്ണകുംഭങ്ങളെ കൊണ്ട്, കുടികൾ, പതാകകളെ കൊണ്ടൊക്കെ അലങ്കൃതമായിരുന്നു. ഓരോ ഗൃഹത്തിലും ഭദ്രദീപം തെളിച്ചു വച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സമാഗതനായി എന്ന് അറിഞ്ഞ് കുടുംബിനികളായിട്ടുള്ളവർ ഗൃഹകൃത്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് വളരെയധികം ഔത്സുക്യത്തോടുകൂടി ശ്രീകൃഷ്ണ ദർശനത്തിനായിട്ട് വരികയാണ്. പ്രാപ്തം നിശമ്യ നരലോചനപാനപാത്രമൗത്സുക്യ വിശ്ലധിതകേശതുകൂലബന്ധ. ചതുരംഗ സൈന്യങ്ങളാൽ ആ രാജവീഥിയിൽ പത്നിമാരോടുകൂടി വരുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവർ പുഷ്പവൃഷ്ടി ചെയ്യുന്നു, മനസ്സുകൊണ്ട് പരിരംഭണം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണഭക്തിമാർ എത്രയോ സുഹൃതം ചെയ്തവരാണ്, എത്രയോ ഭാഗ്യം ചെയ്തവരാണ് എന്ന് അവർ തമ്മിൽ തമ്മിൽ പറയുന്നു. ചന്ദ്രനോടൊപ്പം നക്ഷത്രങ്ങൾ എന്ന പോലെ ആ ശ്രീകൃഷ്ണനെയും കൃഷ്ണ പത്നിമാരെയും അവർ കണ്ടു. അങ്ങനെ രാജഭവനത്തിൽ പ്രവേശിക്കുകയും പിതൃ സഹോദരിയായിട്ടുള്ള ആ വസുദേവരുടെ സഹോദരിയായിട്ടുള്ള കുന്തിദേവിയെ, പാണ്ഡവ മാതാവിനെ ആ ഭഗവാൻ ചെന്ന് കണ്ടു. പത്നിമാരോടുകൂടി ചെന്ന് നമസ്കരിച്ചു. കുന്തിദേവി ആവട്ടെ ശ്രീകൃഷ്ണനെ ആലിംഗനം ചെയ്തു. ശ്രീകൃഷ്ണനെ കണ്ടതായ ആനന്ദം കൊണ്ട് ധർമ്മപുത്രർക്ക് പൂജാക്രമമൊന്നും ചെയ്യാൻ പറ്റാതെയായി. ദ്രൗപദിയും സുഭദ്രയും ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. ആ ദ്രൗപദി കൃഷ്ണപത്നിമാരെ, രുക്മിണി, സത്യഭാമ തുടങ്ങിയിട്ടുള്ളവരെ ആഭരണങ്ങളൊക്കെ അണിയിച്ചുകൊണ്ട് സ്വീകരിച്ചു, പൂജിച്ചു. വന്നു ചേർന്ന എല്ലാവർക്കും താമസിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം പ്രദാനം ചെയ്തു. അതിനുശേഷമാണ് ഭഗവാൻ അർജുനനോടുകൂടി ആ ഖാണ്ഡവവനത്തെ അഗ്നിക്ക് സമർപ്പിക്കുകയും ആ കാട്ടുതീയിൽ നിന്ന് മയനെ മോചിപ്പിക്കുകയും അസുരശില്പിയായിട്ടുള്ള മയനെ കൊണ്ട് ധർമ്മപുത്രർക്ക് ദിവ്യമായിട്ടൊരു സഭ നിർമ്മിച്ച് നൽകുകയും ചെയ്തു. കുറച്ചു കാലം ആ പാണ്ഡവരോടൊപ്പം ഭഗവാൻ ബന്ധുജനങ്ങളോടുകൂടി ഇവിടെ വസിച്ചു. ഏകദാതു സഭാമധ്യേ ആസിതോ മുനിഭ്രൂവൃത. സഭയിൽ മഹർഷിമാരും തൻ്റെ സഹോദരന്മാർ, മറ്റ് കുലവൃദ്ധന്മാരും ഇവരെല്ലാവരാലും പരിവൃതനായിരിക്കുന്ന യുധിഷ്ഠിരൻ സഭാവാസികളൊക്കെ കേൾക്കെ ആ ശ്രീകൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്: കൃതരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷിയെ വിഭൂതിർ ഭവതസ്ഥൽ സമ്പാദയന പ്രഭോ ത്വത്പാദുകേ അവിരതം പരിയേ ചരന്തി ധ്യായന്തി അഭദ്രണശനെ ശുചയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസതേ യതിത ആശിഷ ഈശ ആന്യേ. ഹല്ലയോ ഗോവിന്ദ, കൃതൂത്തമമായ രാജസൂയത്താൽ അങ്ങയുടെ വിഭൂതികളായ ദേവകളെ ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് ആഗ്രഹം സാധിപ്പിച്ചു തന്നാലും.
ഹേ ശ്രീപത്മനാഭ, അങ്ങയുടെ പാദങ്ങളെ നിരന്തരം പരിചരിക്കുകയോ ധ്യാനിക്കുകയോ നാമസങ്കീർത്തനം ചെയ്യുകയോ ആണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ അന്ധകരണ ശുദ്ധി നേടുകയും സദ്ഗതിയെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള അഭിലാഷങ്ങൾ സാധിക്കണമെന്ന് ഉള്ളവർക്ക് അവരുടെ ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നു. അഭക്തന്മാരായവർക്ക് അതൊന്നും തന്നെ ലഭിക്കുന്നില്ല. അപ്പൊ എന്താണോ ഭഗവാനെ അവിടുത്തെ പാദഭജനം ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത്, ആ ചരണാരവിന്ദ സേവയുടെ മഹത്വം എന്താണോ അത് ലോകം കാണട്ടെ. അങ്ങയെ ഭജിക്കുന്നവരുടെയും ഭജിക്കാത്തവരുടെയും സ്ഥിതി എന്താണ് എന്ന് ശൃഞ്ജയന്മാർക്കും കൗരവർക്കും ബോധിപ്പിച്ചു കൊടുത്താലും, സർവാത്മാവായിട്ടുള്ള ആത്മാരാമനായ ബ്രഹ്മസ്വരൂപനായ അവിടത്തേക്ക് ന ബ്രഹ്മണ സ്വപരഭേദമധിസ്തവസ്യാൽ സർവാത്മന സമദൃശ സുസുഖാനുഭൂതേ. അവിടത്തേക്ക് ബുദ്ധിയില്ല, സ്വപര ഭേദബുദ്ധി ഇല്ല എന്നാണ് എങ്കിലും കൽപ്പവൃക്ഷത്തെ പോലെ ഭജിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഫലം അവിടുന്ന് പ്രദാനം ചെയ്യുന്നുവല്ലോ. ഇത്തരത്തിൽ പ്രാർത്ഥിക്കുന്ന ധർമ്മപുത്രരുടെ വാക്ക് കേട്ട് ശ്രീകൃഷ്ണൻ മറുപടി പറയുകയാണ്, സമ്യക് വ്യവസിതം രാജൻ ഭവതാ ശത്രുകർശനം. അങ്ങയുടെ തീരുമാനം ഉചിതമാണ്. അങ്ങയുടെ കീർത്തി ലോകം എല്ലായിടത്തും വ്യാപിക്കും. ഈ രാജസൂയ യാഗം ഋഷികൾക്കും പിതൃക്കൾക്കും ദേവന്മാർക്കും സമസ്ത ഭൂതങ്ങൾക്കും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ഭൂമിയെ സ്വാധീനമാക്കി അതിനു വേണ്ടതായ എല്ലാം സംഭരിച്ച് യാഗം അങ്ങ് അനുഷ്ഠിച്ചാലും അങ്ങയുടെ അനുജന്മാർ ലോകപാലാംശഭൂതന്മാരാണ്, ദേവാംശങ്ങളാണ്. അജിതേന്ദ്രിയന്മാർക്കും അജയ്യനായിട്ടുള്ള എന്നെ ജിതേന്ദ്രിയനായ അങ്ങ് എപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. പ്രഭാവം കൊണ്ടോ യശസ്സുകൊണ്ടോ ഐശ്വര്യം കൊണ്ടോ വിഭൂതികളെ കൊണ്ടോ ലോകത്തിൽ ദേവന്മാർക്ക് പോലും എൻ്റെ ഭക്തനെ ജയിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള ആ ഭഗവാന്റെ വാക്ക് കേട്ട് സന്തുഷ്ടനായി തീർന്ന യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരെ ഭീമനെയും അർജുനനെയും നകുല സഹദേവന്മാരെയും ഓരോ ദിക്കുകളിലേക്കായിട്ട് അയച്ചു. വീരന്മാരായിട്ടുള്ള അവർ ദിക്കുകളെല്ലാം ജയിച്ച് രാജാക്കന്മാരോടൊക്കെ യുദ്ധം ചെയ്തോ അല്ലെങ്കിൽ അവരുമായിട്ട് സന്ധി ചെയ്തോ സമ്മാനങ്ങളെ കൊടുത്തോ എല്ലാവരെയും ജയിച്ച് ധനം കൊണ്ടുവന്ന് യാഗസന്നദ്ധനായിട്ടിരിക്കുന്ന ആ അജാതശത്രുവായ യുധിഷ്ഠിരന് സമർപ്പിച്ചു. എന്നാൽ ജരാസന്ധനെ ജയിച്ചിട്ടില്ല എന്ന് കേട്ട് ചിന്താകുലനായി തീർന്ന ആ യുധിഷ്ഠിരൻ ആ യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, മുൻപ് ഉദ്ധവൻ നിർദ്ദേശിച്ച ഒരു ഉപായമുണ്ട്. ഭീമനും അർജുനനും എന്നോടൊപ്പം വിപ്രവേഷം ധരിച്ച് പുറപ്പെടാം എന്നിങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഭീമാർജുനന്മാരോടുകൂടി ബ്രാഹ്മണ വേഷം ധരിച്ച് ബൃഹദ്രഥപുത്രനായിട്ടുള്ള ജരാസന്ധൻ വസിക്കുന്ന ഗിരിവ്രജത്തെ പ്രാപിക്കുകയാണ്. ആ ജരാസന്ധന്റെ സഭയിൽ പ്രവേശിച്ച അവരെ ജരാസന്ധൻ അതിഥികളെ ആദരിക്കുന്ന അവസരത്തിൽ അവരെയും സ്വീകരിച്ചു. ജരാസന്ധനോട്
ഭഗവാൻ പറയുകയാണ്, ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന അർത്ഥികളാണ്, അങ്ങയുടെ അതിഥികളാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണോ അത് താങ്കൾ പ്രദാനം ചെയ്യൂ. അങ്ങയ്ക്ക് മംഗളമുണ്ടാവട്ടെ. ഉദാരന്മാരായിട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. സമദർശികളായിട്ടുള്ളവർക്ക് ആരെങ്കിലും ശത്രുവായിട്ടുണ്ടോ? യോ അനിത്യേന ശരീരേണ സദാം ഗേയം യശോധ്രുവം നാചിനോതി സ്വയം കൽപ്പ സവാച്യ ശോച്യ ഏവസ ഹരിശ്ചന്ദ്രോ രന്തിദേവ ഉഞ്ചവൃത്തി ശിബിർബലി കപോ വ്യാധ കപോതോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാ. സമദർശികൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? അനിത്യമായ ഈ ശരീരം കൊണ്ട് ശാശ്വതമായ യശസ്, അത് തനിക്ക് കഴിവുണ്ടായിട്ടും ആ യശസ്സിനെ സമ്പാദിക്കാത്തവൻ ശോച്യനാണ്. ഇപ്പൊ ഹരിശ്ചന്ദ്രനും രന്തിദേവനും ഉഞ്ചവൃത്തി കൊണ്ട് കാലം കഴിച്ചു കൂട്ടിയ മുദ്ഗലനും ശിബിയും മഹാബലിയും, ഇങ്ങനെ എത്രയോ പേർ നശ്വരമായ ശരീരം കൊണ്ട് ശാശ്വത കീർത്തിയെ നേടിയവരാണ്. ഇങ്ങനെ തന്റെ മുന്നിൽ അർത്ഥിക്കുന്ന ഇവരെ കണ്ട് അവരുടെ ശബ്ദവും ശരീരപ്രകൃതവും കയ്യിലെ ഞാൺതഴമ്പും ഒക്കെ കണ്ട് മനസ്സിലാക്കിയ ജരാസന്ധന് ബോധ്യപ്പെട്ടു, ഇവർ വിപ്രന്മാരല്ല, രാജന്യന്മാരാണ്. അവരെ മുൻപെവിടെയോ കണ്ടിട്ടുമുണ്ട്. ഇവർ ക്ഷത്രിയരാണ്, ബ്രാഹ്മണരല്ല. എന്നിരുന്നാലും ഇവർ എന്തു ചോദിക്കുന്നുവോ അത് കൊടുക്കാൻ താൻ സന്നദ്ധനാണ്. ഇന്ദ്രനു വേണ്ടി സ്വർഗത്തെ പിടിച്ചെടുക്കാൻ വാമനരൂപേണ ചെന്ന മഹാവിഷ്ണുവിന് തന്റെ മുൻപിൽ നിൽക്കുന്നത്, ആ വാമന രൂപത്തിൽ നിൽക്കുന്നത് മഹാവിഷ്ണുവാണ് എന്നറിഞ്ഞിട്ടും ഗുരുവായ ശുക്രൻ തടഞ്ഞിട്ടും ദൈത്യരാജാനായിട്ടുള്ള ബലി, മഹാബലി ഭൂമി ദാനം ചെയ്തില്ലേ? അപ്പോൾ നശിക്കുന്നതായ ശരീരത്തെ ഒരു സാധുവിന് നൽകി വിപുലമായ കീർത്തി നേടാത്ത ക്ഷത്രിയന്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നിങ്ങനെ നിശ്ചയിച്ചിട്ടാണ് ജരാസന്ധൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് തരാം, വേണമെങ്കിൽ എന്റെ ശിരസ് തന്നെ തരാൻ തയ്യാറാണ്, ജീവൻ ത്യജിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഭഗവാൻ ആവശ്യപ്പെടുകയാണ്, അങ്ങക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് യുദ്ധമാണ്, ഞങ്ങൾ യുദ്ധാർത്ഥികളാണ്. ന അന്നകാംക്ഷിണ, ഞങ്ങൾ ഭക്ഷണം ആഗ്രഹിച്ചു വന്നവരല്ല. സ്വയം പരിചയപ്പെടുത്തി, തന്റെ ഒപ്പമുള്ള ഭീമാർജുനന്മാരെ പരിചയപ്പെടുത്തി. ഇത് കുന്തിപുത്രനായിട്ടുള്ള ഭീമസേനൻ, ഇത് ഭീമന്റെ അനുജനായിട്ടുള്ള അർജുനൻ, ഞാൻ ഇവരുടെ മാതുലേയനാണ്, താങ്കളുടെ ശത്രുവായ കൃഷ്ണനാണ് എന്ന് കേട്ട് ആ മാഗധൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടതെങ്കിൽ ഞാൻ തരാം, എന്നാൽ യുദ്ധത്തിൽ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം പട്ടണത്തെ പോലും ഉപേക്ഷിച്ച് സമുദ്രത്തിന്റെ മധ്യത്തിൽ പോയി അഭയം തേടിയ ഭീരുവായ കൃഷ്ണനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. അർജുനനാവട്ടെ പ്രായം കൊണ്ടും രൂപം കൊണ്ടും എനിക്ക് സമനല്ല, എന്നാൽ ഭീമസേനൻ എനിക്ക് തുല്യബലനാണ്. അങ്ങനെ ഭീമനോട് യുദ്ധത്തിന് തയ്യാറായി ജരാസന്ധൻ ഗദായുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തു. ഒരു ഗദ ഭീമസേനന് കൊടുത്തു, മറ്റൊന്ന് ജരാസന്ധനും എടുത്തു. പോർക്കളത്തിലെത്തി വജ്രതുല്യമായ ഗദകളെ കൊണ്ട് പരസ്പരം ഭയങ്കരമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചു. പല അടവുകളും പ്രയോഗിച്ചു. രണ്ട് കൊലകൊമ്പന്മാർ കൊമ്പുകൾ കൊണ്ട് തമ്മിലടിക്കുന്നത് പോലെയുള്ള
ജരാസന്ധന്റെയും ഭീമസേനന്റെയും ഗദാസംഘട്ടനം ഇടിവെട്ടുന്നതുപോലെ കേൾക്കാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ആ ഘോര യുദ്ധം. പക്ഷേ അവർ രണ്ടുപേർക്കും ജയപരാജയങ്ങൾ ഉണ്ടാവുന്നില്ല. തുല്യമായ അഭ്യാസവും ബലവും പ്രഭാവവുമാണ്. പകൽ മുഴുവൻ യുദ്ധം ചെയ്തു. സന്ധ്യ കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുന്നു, വിശ്രമിക്കുന്നു. 27 ദിനങ്ങൾ കഴിഞ്ഞുപോയി. ഒരു നാൾ ഭീമൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ആ ജരാസന്ധനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ ഞാൻ ശക്തനല്ല. ശത്രുവിന്റെ ജന്മമരണങ്ങളെയും ജരയാൽ സന്ധിതമായ ജീവിതത്തെയും കുറിച്ചറിയുന്ന ശ്രീകൃഷ്ണൻ തന്റെ ശക്തി കൊണ്ട് ഭീമസേനനെ ഉത്തേജിപ്പിച്ചു. ജരാസന്ധനെ വധിക്കാനുള്ള ഉപായം ആലോചിച്ചു. അങ്ങനെ ശത്രുവധ ഉപായം കണ്ടെത്തി പിറ്റേന്ന് യുദ്ധക്കളത്തിൽ ഭീമന്റെ ശ്രദ്ധയെ തന്നിലേക്ക് തിരിച്ച് ഒരു മരത്തിന്റെ കമ്പെടുത്ത് നടുവേ പിളർന്ന് ഭീമന് കാണിച്ചു കൊടുത്തു. എന്താണ് ആ സൂചന എന്ന് മനസ്സിലാക്കിയ ആ ഭീമസേനൻ ജരാസന്ധന്റെ കാലിൽ പിടിച്ചു നിലത്തു വീഴ്ത്തി, ഒരു കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് മറ്റേ കാലിൽ പിടിച്ചു ആന പനമ്പട്ടയെ ചീന്തുന്നത് പോലെ വലിച്ചങ്ങനെ കീറി ആ ജരാസന്ധനെ 2 തുണ്ടായിട്ട് കീറിയിട്ടു. അങ്ങനെ മാഗധനായിട്ടുള്ള ജരാസന്ധൻ നിഗ്രഹിക്കപ്പെട്ടതോടുകൂടി പ്രജകളൊക്കെ ഹാഹാകാരം മുഴക്കാൻ തുടങ്ങി. ശ്രീകൃഷ്ണനും അർജുനനും ഭീമസേനനെ ആലിംഗനം ചെയ്തു. അചിന്ത്യ പ്രഭാവനും ഭൂതഭാവനനുമായിട്ടുള്ള ആ ഭഗവാൻ സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവന അഭ്യഷിഞ്ചതമേയാത്മ മഗധാനാം പതിം പ്രഭു. ജരാസന്ധന്റെ തന്നെ പുത്രനായിട്ടുള്ള സഹദേവനെ മഗധയുടെ രാജാവായി അഭിഷേകം ചെയ്തു. തുടർന്ന് ജരാസന്ധൻ കാരാഗൃഹത്തിൽ ബന്ധനത്തിലാക്കിയിരുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. അയുധേദ്വേ ശതാന്യഷ്ടൗ ലീലയായുധി നിർജിത തേ നിർഗതാ ഗിരിദ്രോണ്യാം മലിന മലവാസസ. ജരാസന്ധൻ തടവിൽ പ്രാപിച്ചിരുന്ന ഗിരിദ്രോണിയിൽ തടവിൽ പാർപ്പിച്ചിരുന്ന രാജാക്കന്മാർ പട്ടിണി കൊണ്ട് മെലിഞ്ഞ് മുഖം വരണ്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ബന്ധന ക്ലേശം കൊണ്ട് വലഞ്ഞ 10,000-കണക്കിന് 20,000-കണക്കിന് രാജാക്കന്മാരെയാണ് ഇപ്പോൾ ആ ഭഗവാൻ മോചിപ്പിച്ചത്. അവരാകട്ടെ ആ പീതാംബരധാരിയായിട്ടുള്ള ഭഗവാനെ കണ്ടു. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം ചാരുപ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പത്മഹസ്തം ഗദാശങ്കരധാംഗൈരുപലക്ഷിതം കിരീടഹാരകടകടിസൂത്രാംഗരാജിതം ഭ്രാജൽവരമണിഗ്രീവം നിവീതം മനമാലയ. ശിവസധാരിയായി ചതുർബാഹുവും അരുണനേത്രനും പ്രസന്ന മുഖനുമായി മകരകുണ്ടല മണ്ഡിതനായി ശംഖചക്രഗദാപത്മധാരിയായി കിരീട ഹാര കടക കടിസൂത്ര അംഗദാലങ്കൃതനായി കൗസ്തുഭ കന്ധരനായി വനമാലിയായി നിൽക്കുന്ന ശ്രീഹരിയെ കണ്ടു. ബന്ധമുക്തരായിത്തീർന്ന രാജാക്കന്മാർ കണ്ണുകൾ കൊണ്ട് ഭഗവത് രൂപത്തെ പാനം ചെയ്തു. രസന കൊണ്ട് ലേഹനം ചെയ്യുന്നത് പോലെ വളരെ ഹൃദ്യമായ രുചികരമായ ഒന്നിനെ നാവുകൊണ്ട് ആസ്വദിക്കുന്നത് പോലെ, നാസിക കൊണ്ട് ഘ്രാണിക്കുന്നത് പോലെ, ബാഹുക്കളാൽ പരിരംഭണം ചെയ്യുന്നത് പോലെ
ആ ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചതോടുകൂടി കാരാഗൃഹവാസ ക്ലേശം നശിച്ച രാജാക്കന്മാർ ബദ്ധാഞ്ജലികളായി ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോരസംശ്രുതേ. ദേവദേവേശ, ശരണാഗത രക്ഷക, അങ്ങയ്ക്ക് നമസ്കാരം. വിഷയവിരക്തരും അങ്ങയെ അഭയം പ്രാപിച്ചവരുമായ ഞങ്ങളെ ഈ ഘോര സംസാര സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചാലും. മഗധനോട്, ജരാസന്ധനോട് ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങളുടെ രാജ്യം നശിച്ചപ്പോൾ ഭഗവാനെ അവിടുത്തെയുടെ ദർശനമാകുന്ന ആ അനുഗ്രഹം അത് ലഭിക്കാൻ കാരണം ജരാസന്ധനാണ്. രാജ്യ ഐശ്വര്യ മതമത്തനായ ഒരു രാജാവിന് ശ്രേയസ് ഉണ്ടാവില്ല ഒരിക്കലും. അവനെപ്പോഴും ഭഗവാനെ അവിടുത്തെയുടെ മായ കൊണ്ട് മുഗ്ധനായി അനിത്യങ്ങളായ സമ്പത്തുക്കളെ നിത്യങ്ങളാണ് എന്ന് നനയ്ക്കുകയാണ് ചെയ്യുന്നത്. മൃഗതൃഷ്ണാം യഥാ ബാല മന്യന്ത ഉദകാശയം ഏവം വൈകാരികം മായാമയുക്ത വസ്തുചക്ഷതേ. വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യ ഇതരേതരസ്പൃഹ ഘ്നന്ദപ്രജാസ്വ അതിനൃഘൃണാ പ്രഭോ മൃത്യും പുരസ്ത്വാപി ഗണയ്യ ദുർമദ. തയേവ കൃഷ്ണാദ്യഗപി ഗഭീരരഭസ ദുരന്തബീജ്യേണ വിചാലിതാശ്രിയ കാലേന തന്വാ ഭവതോനുകമ്പയ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ. അധോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വൽപദതാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ച കർണരോചനം. ഭഗവത് മായയിൽ കുടുങ്ങിയിട്ട് അനിത്യങ്ങളായ സമ്പത്തുക്കളെ നിത്യങ്ങളാണ് എന്ന് ധരിക്കുന്നു. കാനൽ ജലത്തെ ബാലന്മാർ ജലാശയമെന്ന് കരുതുന്നത് പോലെ അവിവേകികൾ മായാവിഷയങ്ങളെ സത്യമാണെന്ന് ധരിക്കും. പണ്ട് ഞങ്ങൾ ഐശ്വര്യമതം കൊണ്ട് നഷ്ടദൃഷ്ടികളായി ഭൂമിയെ കീഴടക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരസ്പരം സ്പർദ്ധ വച്ച് സാധുക്കളായ പ്രജകളെ ദ്രോഹിച്ചും ഭഗവാനെ അവിടുത്തെ അവഗണിച്ചുകൊണ്ട് ദുർമതരായി ജീവിക്കുകയും ചെയ്തു പോന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഹരേ കൃഷ്ണ, ദുരന്തവീര്യവും അനന്തവേഗവുമാർന്ന കാലരൂപനായ അങ്ങയുടെ ശക്തി കൊണ്ട് ഐശ്വര്യം നഷ്ടപ്പെട്ടവരായി തീർന്നു, അഹങ്കാരം നശിച്ചവരായി തീർന്നു. ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ പാദങ്ങളെ ഞങ്ങൾ സ്മരിക്കുന്നു. നിരന്തരം നശിച്ചുകൊണ്ടിരിക്കുന്ന രോഗശോകങ്ങളുടെ പ്രഭവ സ്ഥാനവും കൂടിയിട്ട ഉള്ള ഈ ശരീരം ഉപാസ്യമായ രാജ്യത്തെയോ മരണാനന്തരം ലഭിക്കുമെന്ന് കരുതുന്ന സ്വർഗത്തെയോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇനിയും കർമ്മപ്രാരബ്ധം കൊണ്ട് ഈ സംസാരത്തിൽ കിടന്ന് വലയണമെങ്കിൽ, വീണ്ടും ഈ ക്ലേശങ്ങളെ അനുഭവിക്കുകയാണ് എങ്കിലും അതിലും ഞങ്ങൾക്ക് സങ്കടമില്ല, പരാതിയില്ല. ഒരേ ഒരു പ്രാർത്ഥനയാണുള്ളത്, അവിടുത്തെ ആ ചരണകമലങ്ങളെ ഒരിക്കലും വിസ്മരിക്കാതെ എപ്പോഴും ഓർമ്മിക്കാനുള്ള ഉപായം പറഞ്ഞു തന്നാലും. തന്ന സമാധിശോപായം യേനതേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേദപി സംസരതാമിഹ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.
സർവപാപസംഹാരകനായി സർവഭൂതനിവാസനായി പരമാത്മസ്വരൂപനും പ്രപന്നാർത്തിഹരനും വേദവേദ്യനുമായ ശ്രീഹരേ, അവിടത്തേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം. കരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരുടെ ഇത്തരത്തിലുള്ള സ്തോത്രത്തെ കേട്ട് ആ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ രാജാക്കന്മാരെ, ഇന്നു മുതൽ നിങ്ങൾക്ക് എന്നിൽ നിങ്ങളുടെ അഭീഷ്ടം പോലെ തന്നെ സുദൃഢമായ ഭക്തി ഉണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞതു വാസ്തവമാണ്. രാജ്യ ഐശ്വര്യാദികളെ കൊണ്ടുള്ള മതം, പദവികൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും മനുഷ്യർക്കുണ്ടാവുന്ന അഹങ്കാരം, അത് ഉന്മാദം ഉണ്ടാക്കുന്നതാണ്. ഹേഹയ വംശത്തിലെ കാർത്തവീര്യാർജുനൻ, മറ്റൊരു രാജാവായിട്ടുള്ള നഹുഷൻ, വേനൻ, രാവണൻ, നരകാസുരൻ എന്നിങ്ങനെ ദേവന്മാരിലാവട്ടെ മനുഷ്യരിലാവട്ടെ അസുരന്മാരിലാവട്ടെ എത്രയോ പേർ ശ്രീമതം കൊണ്ട് സ്ഥാനഭ്രഷ്ടരായി തീർന്നിട്ടുണ്ട്. ഹൈഹയോ നഹുഷോ വേനോ രാവണോ നരകോപരേ ശ്രീമതാത് ഭ്രംശിത സ്ഥാനാത് ദേവദൈത്യ നരേശ്വര. ശരീരം അത് ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നതാണ് എന്നറിയുക. വിവേകത്തോടുകൂടി സൽക്കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജനങ്ങളെ, നിങ്ങളുടെ പ്രജകളെ വേണ്ടതുപോലെ സംരക്ഷിക്കുക. വന്നുചേരുന്ന സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ട് എന്നെ സ്മരണ ചെയ്തോളൂ. ഉദാസീനാശ ദേഹാദാ ആത്മാരാമാ ധൃതൗവൃത മയ്യ ആവേശ്യ മനസ്സമ്മിങ് മാമന്തേ ബ്രഹ്മയാസ്യഥ. മനസ്സ് എന്നിൽ ദൃഢമായി ഉറപ്പിക്കുക. അങ്ങനെ ആത്മാരാമന്മാരായിട്ട് വാഴുക. ഒടുവിൽ ബ്രഹ്മസ്വരൂപനായ എന്നെ പ്രാപിക്കാൻ സാധിക്കും എന്നിങ്ങനെ രാജാക്കന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ അവരെ വേണ്ടതുപോലെ അലങ്കരിക്കുവാൻ ആ മുഷിഞ്ഞ വസ്ത്രമൊക്കെ മാറ്റി ശരീരം വൃത്തിയാക്കി അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് അയക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. ഉചിതമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ലേപനങ്ങളുമെല്ലാം ജരാസന്ധപുത്രനായ സഹദേവനെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് അവരെ വേണ്ടതുപോലെ സൽക്കരിപ്പിച്ചു. വിശിഷ്ടങ്ങളായ ഭോജ്യങ്ങളും താമ്പൂലാദികളും നൽകി. അങ്ങനെ ഭഗവാൻ അവരെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് യാത്രയയക്കുകയാണ്. ശ്രീകൃഷ്ണനാൽ ക്ലേശങ്ങളിൽ നിന്നുമൊക്കെ മോചിതരായ അവർ ആ ഭഗവത് അനുഗ്രഹത്തെ സ്മരിച്ചുകൊണ്ട് ഭഗവത് രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് യാത്രയായി. ഓരോരുത്തരും അവരവരുടെ രാജ്യങ്ങളിലെത്തി തങ്ങളുടെ പ്രജകളോട് ശ്രീകൃഷ്ണ മാഹാത്മ്യത്തെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ശ്രദ്ധാ പുരസരം സ്വധർമ്മത്തെ വേണ്ടതുപോലെ അനുഷ്ഠിച്ചു. ഇങ്ങനെയാണ് ഭഗവാൻ ഭീമനെയും അർജുനനെയും കൂട്ടിക്കൊണ്ട് മഗധയിലെത്തി ആ മഗധനായിട്ടുള്ള ജരാസന്ധനെ നിഗ്രഹിച്ച് അവിടുന്ന് മടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെടുകയാണ്. നിശമ്യ ധർമ്മരാജസ്ഥൽ കേശവേനാനുകമ്പിതം ആനന്ദ അശ്രുകലാം മുഞ്ചൻ പ്രേമണാനോവാചകിഞ്ചന. ഇന്ദ്രപ്രസ്ഥത്തിലെത്തി ശംഖനാദം മുഴക്കുന്നത് കേട്ട് പൗരന്മാരൊക്കെ സന്തോഷിച്ചു. ആ ജരാസന്ധൻ നിഗ്രഹിക്കപ്പെട്ടു എന്ന് ബോധ്യമായി. ഭഗവാൻ ഭീമനോടും അർജുനനോടും കൂടി ധർമ്മപുത്രരെ അഭിവാദ്യം ചെയ്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു.
കൃഷ്ണകാരുണ്യം, കൃഷ്ണാനുകമ്പ കേട്ടിട്ട് പ്രേമപരവശനായി തീർന്ന യുധിഷ്ഠിരൻ ആനന്ദാശ്രുകലാം മുഞ്ചൻ പ്രേംണാനോവാച കിഞ്ചന, ആനന്ദാശ്രുക്കളെ പൊഴിച്ചുകൊണ്ട് ഒന്നും മറുപടി പറയാനാവാതെ നിലകൊണ്ടു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഭാവത്തെയും ജരാസന്ധ വധത്തെയും കേട്ട് സന്തുഷ്ടനായി തീർന്ന ധർമ്മപുത്രർ ആ ഭഗവാനോട് പറയുകയാണ്, ത്രൈലോക്യ ഗുരുക്കന്മാരും ലോകനാഥന്മാരും എല്ലാം തന്നെ ഭഗവാനെ അങ്ങയുടെ ദുർലഭമായ അനുശാസനം ലഭിച്ചാൽ അതിനെ ശിരസാ വഹിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ രാജാഭിമാനികളായ ദീനരായ ഞങ്ങളുടെ ആജ്ഞയെ അനുസരിക്കുന്നു എന്ന് വരുന്നത് അവിടുത്തെ കേവലം നാട്യം മാത്രമാണ്. ഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണ പരമാത്മന കർമ്മഭി വർദ്ധതേ തേജോ ഹ്രസതേ ച യഥാരവേ. ഏകനും അദ്വിതീയനും സർവോവ്യാപിയും പരമാത്മാവുമായിട്ടുള്ള അങ്ങയുടെ തേജസ് ഉദയാസ്തമയങ്ങളെ കൊണ്ടൊരിക്കലും സൂര്യന്റെ തേജസ് വർദ്ധിക്കുകയോ ക്ഷയിക്കുകയോ ചെയ്യാത്തതുപോലെ അവിടുത്തേക്കും ആ തേജസ്സിന് യാതൊരു തരത്തിലും മങ്ങലേൽക്കുന്നില്ല. ഹേ മാധവ, അങ്ങയുടെ ഭക്തന്മാർക്ക് ദേഹാഭിമാനം കൊണ്ട് ഞാനെന്നും എന്റേത് എന്നും ഉള്ള ഭേദബുദ്ധി ഒരിക്കലും ഉണ്ടാവില്ല. ഇങ്ങനെ ആ ഭഗവാനോട് പറഞ്ഞുകൊണ്ടാണ് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുമതിയോടുകൂടി യാഗത്തിന് ഉചിതമായ അക്കാലത്ത് വേദജ്ഞന്മാരായിട്ടുള്ളവരെയൊക്കെ പുരോഹിതരായി സ്വീകരിച്ചു. ദ്വൈപായനൻ, ഭരദ്വാജൻ, ഗൗതമൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗർഗൻ തുടങ്ങിയിട്ടുള്ളവരെയും ധാർത്തരാഷ്ട്രന്മാർ, അതുപോലെ തന്നെ യജ്ഞദുരക്ഷുക്കളായിട്ടുള്ള വിപ്രന്മാർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, സർവരാജാക്കന്മാരും പ്രജകളും ഒക്കെ അവിടെ വന്നു ചേർന്നു. തുടർന്ന് സ്വർണക്കലപ്പ കൊണ്ട് യജ്ഞഭൂമി ഉഴുതു. യുധിഷ്ഠിരൻ യഥാവിധി ആ ദീക്ഷയെ സ്വീകരിച്ചു. ഇതിനു മുൻപ് ദേവനായിട്ടുള്ള വരുണൻ ചെയ്ത യാഗം, ആ യാഗത്തിൽ എന്ന പോലെ തന്നെ ഇവിടെയും ഉപകരണങ്ങളെല്ലാം സ്വർണനിർമ്മിതമായിരുന്നു. ബ്രഹ്മാവും ശ്രീപരമേശ്വരനും ഇന്ദ്രാദി ദിക്പാലകന്മാരും സിദ്ധഗന്ധർവാദികളും യക്ഷന്മാരും കിന്നരന്മാരും അങ്ങനെ എല്ലാവരും ഈ പാണ്ഡവർ നടത്തുന്ന രാജസൂയം കാണുവാൻ വേണ്ടി വന്നു ചേർന്നു. എങ്ങനെയാണോ വരുണനെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ചത്, അതേപോലെ ഈ രാജസൂയ യാഗം ചെയ്യിപ്പിച്ചു. സോമരസം കൊണ്ട് യജിക്കുന്നതായ ആ ദിവസം യുധിഷ്ഠിരൻ ശ്രദ്ധയോടുകൂടി യാചകന്മാരെ പൂജിച്ചു, സഭാ മുഖ്യന്മാരെ പൂജിച്ചു. ആർക്കാണ് അഗ്രപൂജ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ സഭാവാസികളിൽ പലരും വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞു. അപ്പോഴാണ് ആ സഹദേവൻ ഒരു നിർദ്ദേശം വെച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് സർവദേവതാമൂർത്തിയും സാത്വതാംപതിയുമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് അർഹൻ. സമസ്ത വിശ്വവും യാഗങ്ങളും അഗ്നിയും ആഹുതികളും മന്ത്രങ്ങളും സാഖ്യവും യോഗവും
എല്ലാം ഭഗവത് സ്വരൂപങ്ങളാണ്. അജനായിട്ടുള്ള ജനനമരണാദികളില്ലാത്ത ഈ ഭഗവാൻ അനന്യാശ്രയനായി ഏകനായി സ്വയം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചും വരുന്നു. ഈ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് വിവിധ കർമ്മങ്ങൾ സഫലങ്ങളായിത്തീരുന്നു. ധർമാദി സകല ശ്രേയസ്സുകളും ഭഗവത് കടാക്ഷത്താൽ സാധിക്കുന്നു. അതിനാൽ സർവാത്മാവായ ശ്രീകൃഷ്ണനെയാണ് ആ അഗ്രപൂജയ്ക്കായി വരിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ സർവഭൂതങ്ങളും പൂജിക്കപ്പെട്ട ഫലം വന്നു ചേരും. ഇത്യുക്ത്വാ സഹദേവോഭൂത് തൂഷ്ണീം കൃഷ്ണാനുഭാവവിൽ തശ്രുത്വാ തുഷ്ടുവു സർവേ സാധു സാധ്വിരി സത്തമ. സഹദേവന്റെ ഈ വാക്കുകൾ കേട്ട് അവിടെ കൂടിയ ജനങ്ങളെല്ലാം അതിനെ അനുമോദിച്ചു. സഭാവാസികളുടെ അഭിപ്രായത്തെ അറിഞ്ഞ യുധിഷ്ഠിരൻ ആദരവോടുകൂടി ഭക്തി പരവശനായിക്കൊണ്ട് ശ്രീകൃഷ്ണനെ യഥാവിധി പൂജിച്ചു. ആ ഭഗവത് പാദങ്ങളെ കഴുകി ലോകപാവനമായ തീർത്ഥത്തെ യുധിഷ്ഠിരനും അനുജന്മാരും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം ശിരസിൽ ധരിച്ചു. പീതാംബര പട്ടണിയിച്ച് ആഭരണങ്ങളൊക്കെ ചാർത്തി പൂജിച്ചതായിട്ടുള്ള ആ യുധിഷ്ഠിരൻ ആനന്ദ അശ്രുക്കൾ അണിഞ്ഞുകൊണ്ട് കണ്ണു നിറഞ്ഞൊഴുകുന്നതിനാൽ അദ്ദേഹത്തിന് ആ ശ്രീകൃഷ്ണനെ ഒന്ന് നോക്കിക്കാണാൻ പോലും കഴിയുന്നില്ല. സഭാവാസികളൊക്കെ കൂപ്പുകയ്യുമായി നമശബ്ദവും ജയശബ്ദവും കൊണ്ട് വാഴ്ത്തി. ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇദ്ധം നിശമ്യതമഘോഷസുത സ്വപീഠാദുദ്ധായ കൃഷ്ണഗുണവർണ്ണനജാതമന്യു. എല്ലാവരും ശ്രീകൃഷ്ണ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നത് കേട്ട ശിശുപാലൻ കോപത്തോടുകൂടി എഴുന്നേറ്റു. നിർഭയനായി തന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് സദസ്യരോടായിട്ട് പറയാൻ തുടങ്ങി. ബാലന്മാരുടെ വാക്കുകേട്ട് വൃദ്ധന്മാരുടെ ബുദ്ധി പോലും കെട്ടുപോകുന്നുവല്ലോ. പാത്രാപാത്ര നിർണയത്തിൽ സമർത്ഥന്മാരായ അല്ലയോ സഭാവാസികളെ, കൃഷ്ണനെയാണ് പൂജിക്കേണ്ടത്, കൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന സഹദേവന്റെ വാക്കിനെ നിങ്ങൾ ഗണ്യമാക്കരുത്. തപോവിദ്യാവ്രതധരന്മാർ, ജ്ഞാന പാവനന്മാർ, ബ്രഹ്മനിഷ്ഠന്മാർ, സഭാമുഖ്യന്മാരായിട്ടുള്ള പരമർഷികൾ, ഇവരെയെല്ലാം അതിക്രമിച്ച് കുലപാംസനും പശുപാലകനുമായ ഈ കൃഷ്ണനെ പൂജിച്ചാൽ അത് എപ്രകാരമാവും? ഒരു കാക്ക വന്ന് പുരോടാശത്തെ കൊത്തിക്കൊണ്ടുപോകുന്നത് പോലെ. എങ്ങനെ അഗ്രപൂജയ്ക്ക് ശ്രീകൃഷ്ണൻ അർഹനാകും? സർവധർമ്മ ബാഹ്യനാണ്, സ്വേച്ഛാചാരിയാണ്, ഗുണഹീനനാണ്. ശ്രീകൃഷ്ണന്റെ വംശം തന്നെ യദുവംശം, യാതിശാപം വന്നു ചേർന്നിട്ടുണ്ട് യദുവംശത്തിന്. യാദവ കുലത്തിൽപ്പെട്ടവർ സജ്ജനങ്ങളാൽ ബഹിഷ്കൃതരാണ്, മദ്യപാന രഥന്മാരാണ്. അത്തരത്തിലുള്ളവർ പൂജാർഹരാകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒട്ടേറെ നിന്ദാവാക്കുകളെ കൊണ്ട് ശിശുപാലൻ ശ്രീകൃഷ്ണ നിന്ദയെ ചെയ്യുമ്പോൾ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരുന്നു. ദുസ്സഹമായ കൃഷ്ണനിന്ദയെ കേട്ട് ശ്രോതാക്കൾ പലരും കാത് പൊത്തിക്കൊണ്ടാണ് ശിശുപാലനെ ശപിച്ചുകൊണ്ട് സഭ വിട്ടിറങ്ങിപ്പോയി.
ഈശ്വരനിന്ദയെ ചെയ്യുകയോ ഭക്തന്മാരെ നിന്ദിക്കുകയോ ചെയ്യുന്നത് അത് കേട്ടാൽ തന്നെ പാപം ബാധിക്കും. സുഹൃതം നശിച്ച് നരകയാതന അനുഭവിക്കേണ്ടി വരും. അപ്പോഴേക്കും പാണ്ഡവന്മാർ മറ്റ് രാജാക്കന്മാരൊക്കെ ആയുധപാണികളായി ശിശുപാലനെ നേരിടാനിറങ്ങി പുറപ്പെട്ടു. അത് കണ്ടിട്ടും യാതൊരു സംഭ്രമവുമില്ലാതെ ആ ശിശുപാലൻ കൃഷ്ണപക്ഷീയരെയൊക്കെ നിന്ദിച്ചുകൊണ്ട് വാളും പരിചയം കയ്യിലെടുത്തു. അപ്പോൾ ഭഗവാൻ സ്വജനങ്ങളെയെല്ലാം തടഞ്ഞുകൊണ്ട് തന്റെ നേർക്ക് പാഞ്ഞെടുക്കുന്ന ശിശുപാലന്റെ ശിരസ് ആ സുദർശന ചക്രം കൊണ്ട് എയ്തു മുറിച്ചു വീഴ്ത്തി. ശിശുപാലൻ കൊല്ലപ്പെട്ടതോടുകൂടി വലിയ കോലാഹലമുണ്ടായി. ശിശുപാലന്റെ അനുയായികൾ പ്രാണരക്ഷയ്ക്കായി പലായനം ചെയ്യാൻ തുടങ്ങി. ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് പുറപ്പെട്ട് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊള്ളിമീൻ വീഴുന്നതുപോലെ എല്ലാവരും കാണുക ആ തേജസ് ശ്രീകൃഷ്ണ ഭഗവാനിൽ പോയി ലയിച്ചു. 3 ജന്മങ്ങളായി നിരന്തരം വൈരഭാവേന ധ്യാനിക്കുന്നത് കൊണ്ട് ആ ശിശുപാലൻ ഭഗവൻ മയനായി തീർന്നു. ജന്മത്രയാനുകുടിത വൈരസംരബ്ധയാധിയ ധ്യായം തന്മയതാം യാദോ ഭാവോഹി ഭവകാരണം. ഭാവനയാണ് ഭാവോഹി ഭവകാരണം. ഭാവനയാണല്ലോ ജന്മകാരണമായിട്ട് വരിക. ഏകഛത്രാധിപതിയായിരുന്ന യുധിഷ്ഠിരൻ ഋത്വിക്കുകൾക്കും സദസ്യർക്കും യഥാവിധി വിപുലമായിട്ടുള്ള ദക്ഷിണ നൽകി എല്ലാവരെയും പൂജിച്ചു. അവഭൃതസ്നാനം നടത്തി. യോഗേശ്വരനായ ഭഗവാൻ ഇപ്രകാരം യുധിഷ്ഠിരന്റെ യാഗം നടത്തിക്കൊടുത്തു. ബന്ധുജനങ്ങളുടെ സുഹൃത്തുക്കളുടെ അപേക്ഷയെ സ്വീകരിച്ച് ഏതാനും നാളുകൾ കൂടി അവിടെ വസിച്ചു. പിന്നീട് പാണ്ഡവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് കൃഷ്ണപത്നിമാരോടുകൂടി അമാത്യന്മാരോടുകൂടി ആ ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ച് എഴുന്നള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജസൂയയാഗ കഥയെ വർണ്ണിച്ച് വരുന്നതായ ഈ ദശമസ്കന്ധത്തിലെ 74-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീഹരയേ നമഃ.